ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? ഞങ്ങളുടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ടൈറ്റിലും തമ്പനിയിലൊക്കെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ, നമ്മുടെ ഇവിടുത്തെ ചെന്നൈയിലെ ആറ്റുകാൽ പൊങ്കാല ദിവസത്തെ വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു വ്ളോഗ് ഷെയർ ചെയ്യുന്നത് നിങ്ങളോട്. ഞാനൊരു 5 വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇവിടെ ചെന്നൈയിൽ എൻ്റെ വീട്ടിൽ പൊങ്കാല ഇടുന്നുണ്ട് കേട്ടോ. പക്ഷേ ഫസ്റ്റ് ടൈമാണ് വ്ളോഗായിട്ട് ഇങ്ങനെ എടുക്കുന്നത്. അതും എല്ലാ ക്ലിപ്പിങ്സൊന്നും ഇല്ല കേട്ടോ. തലേ ദിവസത്തെ കുറച്ച് പ്രീ പ്രിപ്സും കാര്യങ്ങളും, അതുപോലെ തന്നെ പിറ്റേ ദിവസം എന്തൊക്കെയാണ് ഞാൻ എങ്ങനെയാണ് പൊങ്കാല ഇടുന്നതെന്നൊക്കെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ തലേ ദിവസം തന്നെ പോയിട്ട് ആവശ്യത്തിനുള്ള പൂജാ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് മാർക്കറ്റിൽ നിന്ന്. അതുപോലെ തന്നെ നമുക്ക് പൊങ്കാല ഇടാനുള്ള അരിയും മറ്റു സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വന്നതിന് ശേഷം ഒരു ജ്യൂസൊക്കെ ഒന്ന് ഉണ്ടാക്കി കുടിക്കുകയാണ്. അപ്പം ഇവിടെ നല്ല ചൂട് തുടങ്ങിയിട്ടുണ്ട് ചെന്നൈയിൽ. ഞങ്ങളാണെങ്കിൽ എല്ലാ പ്രാവശ്യവും വ്രതം എടുത്തിട്ടാണ് പൊങ്കാല ഇടുന്നത് കേട്ടോ. അപ്പം ഞങ്ങൾ വ്രതം എടുക്കുന്നത് നോൺ വെജ് കഴിക്കത്തില്ല, വെജ് ആയിരിക്കും കഴിക്കുന്നത് കേട്ടോ. എല്ലാ പ്രാവശ്യവും ഞാൻ തലേ ദിവസം മാത്രമാണ് വ്രതം എടുക്കാറുള്ളത്. പക്ഷേ ഇത്തവണ എനിക്ക് ഭാഗ്യത്തിന് 3 ദിവസത്തെ വ്രതം കിട്ടിയായിരുന്നു കേട്ടോ. ഞാനും ഹസ്ബൻഡും വ്രതത്തിലായിരുന്നു, ഹസ്ബൻഡും മോളും. ഞങ്ങൾ വ്രതം എടുക്കുന്നത് എപ്പോഴും നോൺ വെജ് കഴിക്കാതെ വെജിറ്റേറിയൻ മാത്രം കഴിച്ചിട്ടാണ്. ഇപ്രാവശ്യം ഒരാഴ്ചത്തെ വ്രതം എടുക്കണമെന്നാണ് വിചാരിച്ചത്, പക്ഷെ നടന്നില്ല കേട്ടോ. 3 ദിവസത്തെ വ്രതമാണ് കിട്ടിയത്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് നല്ല ഭംഗിയായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റിയായിരുന്നു കേട്ടോ. പിന്നെ ആണെങ്കിൽ നിങ്ങളിപ്പോൾ എല്ലാവരും ന്യൂസിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമായിരിക്കും അല്ലേ, നമ്മുടെ ഇപ്പോഴത്തെ നമ്മുടെ നാടിൻ്റെ അവസ്ഥ. ഇറാനെതിരെ ഇസ്രയേലും US കൂടി ചേർന്ന് നടത്തുന്ന യുദ്ധത്തെ പറ്റി എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. അപ്പോൾ വളരെ സങ്കടകരമായ വാർത്തകളാണല്ലേ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ന്യൂസ് കേട്ട അന്ന് തൊട്ട് ഞാനിവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും വേണ്ടിയിട്ട്. എല്ലാവരും അങ്ങനെ തന്നെയാണെന്ന് അറിയാം. അപ്പോൾ നമ്മുടെ കുറേ സഹോദരിമാർ ഗൾഫ് രാജ്യങ്ങളിൽ താമസിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ ഹസ്ബൻഡൊക്കെ ഒത്തിരി പേരുടെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്ക് 2-3 കമൻറ്റും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇതുപോലെ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ട്. ഉറപ്പായിട്ടും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഞങ്ങൾ ഈ ന്യൂസിലൊക്കെ ഓരോന്ന് കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് നമുക്കും പേടി തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതുപോലെ പുറത്തുള്ള ആളുകൾ എല്ലാവരും സേഫായിട്ട് തന്നെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾ പുറത്തുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്തേക്കണേ, അവിടെ എങ്ങനെയാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്നൊക്കെ എന്ന് പറഞ്ഞേക്കേട്ടോ. എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും നമ്മുടെ സഹോദരങ്ങൾക്കും സഹോദരിമാർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. പുറത്തു പോയി ഈ സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്ന ഒത്തിരി പേരുണ്ട് നമുക്ക് ചുറ്റും. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ. നമുക്കിവിടെ ഇരുന്ന് കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ പ്രാർത്ഥന മാത്രമായിരിക്കും അല്ലേ. അപ്പോൾ എല്ലാവരും മറക്കാതെ പ്രാർത്ഥനയിൽ അവരെ ഉൾപ്പെടുത്തുക. അപ്പോൾ അതേ ഞാനിവിടെ വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ മിക്കവാറും ആഴ്ചയിൽ ഒരു ദിവസം ഇതുപോലെ നല്ലതായിട്ട് തന്നെ വീടൊക്കെ ഒന്ന് ഡീപ് ക്ലീനിങ് ചെയ്യാറുണ്ട്. പിന്നെ മന്ത്ലി വീട് മൊത്തത്തിൽ എല്ലാ റൂമും ഹാളും ഒക്കെ 1 by 1 ആയിട്ട് ഓരോ ഡേയിൽ ചെയ്യാറുണ്ട് കേട്ടോ, മന്ത്ലി ഡീപ് ക്ലീനിങ്. അപ്പോൾ ആഴ്ചയിൽ ഒരിക്കലും അതുപോലെ ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ ഡസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ല എന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ എന്നാലും ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ പൊങ്കാലയൊക്കെ വരുന്നത് കൊണ്ട് വീട്ടിൽ നമ്മൾ നല്ല വൃത്തിയായിട്ട് ശുദ്ധീകരിച്ചിട്ടിട്ട് വേണം ചെയ്യാനൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നോൺ വെജൊക്കെ നമ്മൾ നേരത്തെ ഒഴിവാക്കിയിരുന്നു. പിന്നെ കിച്ചണ് ഞാൻ എപ്പോഴും ഈ ഒരാഴ്ച കൊണ്ട് നൈറ്റ് കുക്കിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം നല്ലതായിട്ട് ക്ലീൻ ചെയ്ത് തന്നെയാണ് കേട്ടോ ഇട്ടേക്കുന്നത്. എന്നാലും തലേ ദിവസം ഒന്നും കൂടി എനിക്കൊന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ നമ്മുടെ സോഫയൊക്കെ ഇരിക്കുന്നതിൻ്റെ പുറകു വശത്തൊക്കെ നല്ലോണം ഡസ്റ്റ് ഉണ്ട്. അവിടെയൊന്നും ഞാൻ ഈ റീസെൻ്റ് ആയിട്ടൊന്നും ക്ലീൻ ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾക്ക് ആറ്റുകാൽ പൊങ്കാലയുടെ ഓർമ്മകളെന്ന് പറയുന്നത്, എന്നെ സംബന്ധിച്ച് ഞാനൊരു 7th 8th ആയ സമയം തൊട്ട് അച്ഛൻ്റെ അമ്മയുടെയും കൂടെ പൊങ്കാലയ്ക്ക് പോകുമായിരുന്നു. എൻ്റെ അച്ഛന് ഓട്ടോറിക്ഷ ഉള്ളത് കൊണ്ട് ആട്ടോയിലാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് ഒരുപാട് ഓർമ്മകളാണ് ഈ ആറ്റുകാൽ പൊങ്കാലയെ കുറിച്ചുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഒരു 8-10 വർഷത്തോളം കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് അമ്മയുടെ കൂടെ പോയിട്ടുണ്ട്. പൊങ്കാലയൊന്നും ഇട്ടിട്ടില്ല, പക്ഷേ അമ്മയുടെ കൂടെ പോകുന്നതാണ്. പിന്നെ അവിടെ പോയി കഴിഞ്ഞിട്ട് അമ്മ എല്ലാം തലേ ദിവസം എല്ലാം പ്രിപ്പയർ ചെയ്ത് വെക്കുന്നതും പിന്നെ പോയതിന് ശേഷം അവിടെ ചെന്നതിന് ശേഷമുള്ള കാര്യങ്ങളൊക്കെ എന്നും എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഓടിയെത്തുന്ന കാര്യങ്ങളാണ് കേട്ടോ. നാട്ടിൽ പോയാലും ഞങ്ങൾ മുടങ്ങാതെ ആറ്റുകാൽ ക്ഷേത്രത്തിൽ പോകാറുണ്ട്. കഴിഞ്ഞ പ്രാവശ്യമാണ് പോയപ്പോഴത്തേക്കും പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലും കൂടി പോയത്. അതും ഞാൻ ആദ്യമായിട്ടാണ് പത്മനാഭ ക്ഷേത്രത്തിൽ പോകുന്നത് കേട്ടോ. അല്ലാതെ ഞങ്ങൾ മുടങ്ങാതെ എൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം എപ്പോഴൊക്കെ നാട്ടിൽ പോയിട്ടുണ്ടോ അപ്പോഴൊക്കെ ഞങ്ങൾ ആറ്റുകാൽ ദേവി ക്ഷേത്രത്തിൽ പോകും. അപ്പോൾ എല്ലാവരെയും പോലെ തന്നെ എനിക്കും കുറേ നല്ല ഓർമ്മകളാണ് ആറ്റുകാൽ ദേവിയെക്കുറിച്ച് പറയുമ്പോഴുള്ളത്. പക്ഷേ ഞങ്ങൾ ചെന്നൈയിൽ വന്നതിന് ശേഷം എനിക്ക് ഇതുവരെയും നാട്ടിൽ പോകാനായിട്ട് പറ്റിയിട്ടില്ല. അപ്പോൾ ഞാൻ ചെയ്യുന്നത് വീട്ടിലാണ് പൊങ്കാല ഇടുന്നത്. ഇതുപോലെ വ്രതം എടുത്തിട്ട് 3 ദിവസമോ അല്ലെങ്കിൽ ഒരു ദിവസമൊക്കെ തലേ ദിവസമൊക്കെ നല്ല കഠിനമായ വ്രതം എടുക്കും. എല്ലാ നിഷ്ഠകളോടും കൂടി തന്നെയാണ് കേട്ടോ നമ്മൾ വ്രതം അനുഷ്ഠിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ പറഞ്ഞ പോലെ ഇവിടെ നമുക്ക് മാർക്കറ്റിൽ എല്ലാ സാധനങ്ങളും മേടിക്കാൻ കിട്ടുമല്ലോ, അവിടെ പോയിട്ട് എല്ലാ സാധനങ്ങളും മേടിച്ചുകൊണ്ട് വന്ന് എല്ലാം ഒരുക്കി വെച്ചതിന് ശേഷം പൊങ്കാല നമ്മൾ ന്യൂസിൽ കണ്ടിട്ടാണ്
പൊങ്കാലയുടെ ടൈം അനുസരിച്ചാണ് പൊങ്കാല ചെയ്യുന്നത്. പിന്നെ ഞാൻ 5 വർഷമായിട്ട് ഇവിടെ ചെന്നൈയിൽ കണ്ടിന്യൂസ് ആയിട്ട് പൊങ്കാല ഇടുന്നുണ്ട്. ഭാഗ്യത്തിന് എനിക്ക് ഇതുവരെയും ദേവിയുടെ അനുഗ്രഹം കൊണ്ട് മുടങ്ങാതെ ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഞാൻ അതിന് ഒരുപാട് നന്ദി പറയും എപ്പോഴും. അപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോടും പറയും. 2 വർഷം കൊണ്ട് ഹസ്ബൻഡും എൻ്റെ കൂടെ ഉണ്ട്. ഞാൻ പൊങ്കാല ഇടുന്ന സമയത്ത് ഹസ്ബൻഡ് ആ സമയത്തൊക്കെ വർക്ക് ഫ്രം ഹോം ആയതുകൊണ്ട് ഹസ്ബൻഡിനും കാണാൻ പറ്റാറുണ്ട് കേട്ടോ പൊങ്കാലയൊക്കെ വെക്കുന്നത്. ആമിക്ക് മിക്കവാറും സ്കൂളുള്ള സമയമാണ്, എസ്പെഷ്യലി എക്സാം ഒക്കെ നടക്കുന്ന സമയമാണ്. ഇപ്രാവശ്യം അവൾക്ക് എക്സാം ഒന്നുമില്ല, പക്ഷേ എന്നാലും സ്കൂളുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നാട്ടിൽ പോകാൻ പറ്റത്തില്ല. എന്നാലും നമുക്ക് നാട്ടിൽ പോകാൻ പറ്റാതെ എന്നെപ്പോലെയുള്ള ഒത്തിരി പേര് പുറം നാട്ടിലൊക്കെ പോയി ഇങ്ങനെ ഇടുന്നുണ്ടെന്ന് അറിയാം. പിന്നെ ഇവിടെ ചെന്നൈയിലാണെങ്കിൽ മലയാളി സമാജത്തിലൊക്കെ ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പൊങ്കാല ഇടാനും ഒക്കെയുള്ള സൗകര്യമൊക്കെ അവർ ഒരുക്കി തരുന്നുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ ഇതുവരെ അങ്ങനെയൊന്നും പോയിട്ടൊന്നും ഇല്ല കേട്ടോ. ഞങ്ങൾ ഇവിടെ വീട്ടിൽ തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വീട്ടിൽ നല്ല സൗകര്യം ഉള്ളത് കൊണ്ട് വീട്ടിൽ തന്നെയാണ് ചെയ്യുന്നത്. ഞാൻ എല്ലാ വർഷവും നമ്മുടെ വീടിൻ്റെ മുറ്റത്താണ് ഇടുന്നത്. പക്ഷേ ഇത്തവണ ഞാൻ എൻ്റെ വീട്ടിനകത്താണ്, എൻ്റെ കിച്ചണിലാണ് വെക്കുന്നത് പൊങ്കാല. അത് വേറൊന്നും കൊണ്ടല്ല, അടുത്ത വീട്ടിലെ ആൻറ്റിയുടെ അവിടെ 2 നായ്ക്കളുണ്ട്. അപ്പം അവരെ ഇങ്ങനെ പുറത്തൊക്കെ ഇങ്ങനെ അഴിച്ചു വിടും കേട്ടോ. അപ്പോൾ നമുക്ക് അത്രയും വൃത്തിയോട് കൂടിയൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അതിൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ അവിടെ ഇങ്ങനെ ഉള്ളതുകൊണ്ട് എനിക്കൊരു ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ ഓർത്തു കിച്ചൺ നല്ലപോലെ വൃത്തിയാക്കി ഇട്ടിരുന്നാൽ മതിയല്ല. പിന്നെ എല്ലാം നമ്മുടെ മനസ്സ് തന്നെയാണല്ലേ കാര്യം. അപ്പം നമ്മൾ എത്രത്തോളം ശുദ്ധിയോടും വൃത്തിയോടും കൂടി ചെയ്യുന്നുവോ അത്രത്തോളം നമുക്ക് ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ നമ്മുടെ ക്ലീനിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ഈ ബുദ്ധയുടെ റേറ്റും അതുപോലെ അതിൻ്റെ സൈസും ഒക്കെ ഒന്ന് പറയണേന്ന്. അപ്പോൾ ഇത് ഞങ്ങൾ 2 വർഷം മുന്നേ കന്യാകുമാരിയിൽ പോയിരുന്നു, അതുപോലെ മെയ് വെക്കേഷന്. അപ്പോൾ ആ സമയത്ത് മേടിച്ചതാണ്. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പോയതല്ല, അതിന് മുന്നേ ഒരു 4 വർഷമൊക്കെ ആയി എന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഇത് അന്ന് അവിടെ ബാർഗെയിൻ ചെയ്തിട്ടാണ് മേടിച്ചത്. ഇത് 500 രൂപയാണ് റേറ്റ് പറഞ്ഞതിൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 490 അവർ മേടിച്ചത്. ഇതിൻ്റെ സൈസ് ഞാൻ സ്കെയിൽ വെച്ച് അളന്ന് നോക്കിയപ്പോൾ ഹൈറ്റ് വരുന്നത് 23 സെൻറ്റിമീറ്ററും വിഡ്ത്ത് വരുന്നത് 10 സെൻറ്റിമീറ്റർ ആയിരുന്നു. അപ്പോൾ ഇത് നല്ല വെയിറ്റ് ആണ് കേട്ടോ. അപ്പം ഞങ്ങളിവിടെ ഷോപ്പിൽ വന്ന് ഇവിടെ ചെന്നൈയിൽ വന്ന് അന്വേഷിച്ചപ്പോഴത്തേക്കും ഇതിൻ്റെ റേറ്റ് 1500, 1800 ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് വീഡിയോയിൽ വളരെ ചെറുതായിട്ട് തോന്നുന്നതാണ്, പക്ഷെ കുറച്ചും കൂടി സൈസ് ഉണ്ട്, നല്ല വെയിറ്റും ഉണ്ട്. അപ്പോൾ അവർ ഞങ്ങളോട് പറഞ്ഞത് ഇത്രയും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഷേപ്പ് ആയതുകൊണ്ടാണ് റേറ്റ് കുറച്ച് തരത്തില്ല എന്ന് പറഞ്ഞിട്ട്. 800 രൂപയാണ് അന്ന് റേറ്റ് പറഞ്ഞത്. പക്ഷേ ഹസ്ബൻഡ് ഇങ്ങനെ ബാർഗെയിൻ ചെയ്തിട്ട് 490 രൂപയ്ക്ക് മേടിച്ചതാണ്. അപ്പം ഇതിൻ്റെ സിമിലർ ആയിട്ടുള്ള പ്രോഡക്റ്റ് നമ്മുടെ ഫ്ലിപ്കാർട്ടിലൊക്കെ ഉണ്ട്, ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കയറി ചെക്ക് ചെയ്ത് മേടിക്കാം കേട്ടോ. റിവ്യൂ ഒക്കെ നോക്കിയിട്ട് മേടിച്ചോളൂ. ഇനി അടുത്ത് നമുക്ക് പൂജാ സാധനങ്ങൾ കഴുകണം, പാത്രങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ, വിളക്കൊക്കെ കഴുകണം. ഞാൻ പീതാംബരി പൗഡറും ലെമണും കൂടി വെച്ചിട്ടാണ് കഴുകുന്നത്. അപ്പോൾ ചില സമയത്ത് ഞാൻ സബീന പൗഡറും ലെമണും കൂടി വെച്ച് കഴുകാറുണ്ട്, ചിലപ്പോൾ പീതാംബരി മാത്രം വെച്ച് കഴുകും. ഇതൊക്കെ തലേ ദിവസം തന്നെ ഒരുക്കി വെക്കും. ഞാൻ ആഴ്ചതോറും നമ്മുടെ വീട്ടിൽ വിളക്കൊക്കെ കഴുകാറുണ്ട് കേട്ടോ. ഒരുപാട് വിളക്ക് അഴുക്ക് പിടിക്കുന്നവരെ ഞാൻ വെക്കത്തില്ല. 2 ദിവസം കൂടുമ്പോഴോ അല്ലെങ്കിൽ 3 ദിവസം കൂടുമ്പോഴോ ഒക്കെ കഴുകി വെക്കാറുണ്ട് വിളക്കൊക്കെ. അപ്പോൾ എല്ലാം ഒന്ന് റെഡിയാക്കി ഇനി അതിന് ശേഷം വന്നിട്ട് ബാൽക്കണിയൊക്കെ ഒന്ന് കഴുകിയാണ്. കാരണം നമുക്ക് ഇവിടെയാണ് കോലം വരച്ചിടേണ്ടത്. ഇതും ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം ചെയ്യുന്നൊരു കാര്യമാണ്. അതും ഈ പറഞ്ഞ പോലെ 2-3 ദിവസത്തിലൊരിക്കൽ പറ്റുന്ന പോലെയൊക്കെ ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീടും പരിസരവും ഒക്കെ ശുദ്ധീകരിച്ചിടണം എന്നാണല്ലോ പറയുന്നത് പൊങ്കാല ദിവസത്തിന്റെ തലേന്ന്. അപ്പോൾ അങ്ങനെ അതൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. നമുക്കുള്ള സൗകര്യത്തിൽ മാക്സിമം നല്ല വൃത്തിയായിട്ട് ഭംഗിയായിട്ട് ചെയ്യണം എന്നാണ് ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത്. പിന്നെ നമ്മുടെ വീടിനകത്തൊക്കെ ഒന്ന് മോപ്പിംഗ് ചെയ്തെടുക്കണം. അപ്പോൾ ഇന്ന് തിങ്കളാഴ്ചയാണ്, ചൊവ്വാഴ്ച ആണല്ലോ പൊങ്കാല. അപ്പോൾ തിങ്കളാഴ്ച ഒരു വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കാണ് ഞാൻ ഇവിടേക്ക് ഇന്ന് മോപ്പ് ചെയ്ത് എടുത്തത് കേട്ടോ. നമുക്ക് വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര സ്ലോ ആയിട്ട് തോന്നുമെങ്കിലും നല്ല പോലെ പണിയെടുത്തിട്ടുണ്ട്. എനിക്ക് നല്ല ബാക്ക് പെയിനും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ പിന്നീട്. അപ്പോൾ ഞാനാണെങ്കിൽ ഈ വെള്ളത്തിൽ ദശാംഗത്തിൻ്റെ പൗഡറും പിന്നെ കുറച്ച് പനിനീര്, റോസ് വാട്ടർ ഉണ്ടല്ലോ, പൂജ റോസ് വാട്ടർ, അതും കൂടി ഒഴിച്ചിട്ടാണ് മോപ്പിംഗ് ചെയ്തെടുത്തത് കേട്ടോ. നല്ലൊരു സ്മെല്ലായിരിക്കും വീടിനുള്ളിൽ. നമ്മൾ മോപ്പിംഗ് ചെയ്യുന്ന സമയത്ത് വീട്ടിലെ എല്ലാ റൂമുകളിലും കിച്ചണിലും എല്ലായിടത്തും ഒന്ന് ക്ലീൻ ചെയ്തിടണം. നല്ലപോലെ ഒന്ന് മോപ്പ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ വീട് നല്ല ശുദ്ധിയായിട്ടിരിക്കും. പിന്നെ അതേ സന്ധ്യ ആയപ്പോഴത്തേക്കും പതിവ് പോലെ തന്നെ വിളക്കൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങളാണെങ്കിൽ ഒരു 2-3 ദിവസം മുന്നേ തന്നെ ന്യൂസിൽ സ്ഥിരമായിട്ട് ഈ പൊങ്കാലയുടെ വിശേഷങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് തലേ ദിവസം ഫുള്ളായിട്ട് നമ്മൾ ഈ ന്യൂസ് തന്നെയാണ് കേൾക്കുന്നത്, തലേ ദിവസവും പിറ്റേ ദിവസവും. അത് നമുക്ക് എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് നല്ല ഓർമ്മകളാണ്. അപ്പോൾ നിങ്ങളിൽ ആരൊക്കെയാണ് തിരുവനന്തപുരത്തുള്ളത്, നിങ്ങളുടെ പൊങ്കാല വിശേഷങ്ങളും അതുപോലെ തന്നെ നിങ്ങളൊക്കെ എങ്ങനെയാണ് നിങ്ങളുടെ മെമ്മറീസൊക്കെ എന്നൊന്ന് ഷെയർ ചെയ്തേക്കണേ. അതുപോലെ തന്നെ നിങ്ങൾ എല്ലാ വർഷവും പൊങ്കാല ഇടാറുണ്ടോ?
എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നൊക്കെ നിങ്ങളുടെ അനുഭവങ്ങളും കൂടി ഒന്ന് പങ്കുവെച്ചാൽ നന്നായിരിക്കും. പിന്നെ ദേ വന്നിട്ട് ഞാൻ നമ്മുടെ അടുക്കളയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഒരാഴ്ച കൊണ്ട് കുക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ട് നൈറ്റ് ഞാൻ ഡെയിലി ഇവിടെ ക്ലീൻ ചെയ്ത് ഇട്ടതാണ്. എന്നാലും തലേ ദിവസം ഒന്നും കൂടി ഞാൻ ഡീപ്പ് ക്ലീനിങ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ മനസ്സിൻ്റെ ഒരു തൃപ്തിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഓൾറെഡി നോൺ വെജ് ഒക്കെ വീട്ടിൽ നിന്ന് ഒഴിവാക്കി നമ്മുടെ ഫ്രിഡ്ജിൽ പോലും ഒരു സാധനവും വെച്ചിട്ടില്ല. അപ്പോൾ അടുക്കള നല്ല ഭംഗിയായിട്ട് ശുദ്ധിയായിട്ട് ഇട്ടേക്കണം എന്നാണ് പറയുന്നത്. പിന്നെ അതേ സ്റ്റൗ ഒക്കെ ഒന്ന് നല്ലതായിട്ടൊന്ന് കഴുകി എടുക്കണം. ഞാൻ ദേ ഈ ഒരു ഇഡ്ഡലി പാത്രത്തിലാണ് മണ്ടപ്പുറ്റ് വെക്കാനായിട്ട് പോകുന്നത്. പിന്നെ ഞാനൊരു കലവും അതുപോലെ തന്നെ തവിയും ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. ശരവണ സ്റ്റോറിൽ 2 ദിവസം മുന്നേ തന്നെ പോയി മേടിച്ചുകൊണ്ട് വന്ന് വെച്ചിട്ടുണ്ട് വീട്ടിൽ. പിന്നെ തലേ ദിവസം നമ്മുടെ വീടിനുള്ളിൽ ഈ വേസ്റ്റ് ബോക്സിനകത്ത് ഒരു വേസ്റ്റ് വെച്ചേക്കാനായിട്ട് പാടില്ല എന്ന് പറയും. അതൊക്കെ ഒഴിവാക്കണം. അതുപോലെ തന്നെ വേസ്റ്റ് ഒന്നും വീട്ടിൽ കൊണ്ടുവന്ന് വെക്കരുതെന്ന് പറയും കേട്ടോ. അതൊക്കെ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. നമ്മളിവിടെ പൊങ്കൽ ചെയ്യുന്ന അതേ പ്രൊസീജിയർ തന്നെയാണ് ഈ ആറ്റുകാൽ പൊങ്കാലയ്ക്കും ചെയ്യുന്നത്. അതിനേക്കാളും കുറച്ചും കൂടി വ്രതശുദ്ധിയോടെ വേണം ചെയ്യാനായിട്ട്. പിന്നെ ഇത്രയും ജോലി ചെയ്ത് ക്ഷീണിച്ച് തളർന്നതുകൊണ്ട് ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു എന്തായാലും പുറത്തുനിന്ന് ഭക്ഷണം മേടിച്ചു തരാമെന്ന്. അങ്ങനെ ഒരു വെജ് ഫ്രൈഡ് റൈസ് ആണ് മേടിച്ചത് കേട്ടോ. നമ്മൾ ഇവിടെ അടുത്തൊരു ഷോപ്പിൽ നിന്ന് സ്വിഗ്ഗിയിൽ നിന്ന് ഓർഡർ ചെയ്യുകയാണ് ചെയ്തത്. പിന്നെ അതേ ഇന്നാണ് ചൊവ്വാഴ്ചയുടെ അന്ന്, ഇന്ന് രാവിലെയാണ് നമുക്ക് പൊങ്കാല ഇടേണ്ടത്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ എഴുന്നേറ്റിട്ടുണ്ട്. അപ്പം ഇന്ന് ആമിക്ക് സ്കൂളുള്ള ദിവസമാണ്, അവളെ സ്കൂളിലും വിടണം. പിന്നെ എന്തായാലും ഒരു 6 മണിയൊക്കെ ആയപ്പോൾ തന്നെ എഴുന്നേറ്റ് വന്നിട്ട് കോലമൊക്കെ ഒന്ന് വരച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്രാവശ്യത്തെ കോലം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ സിമ്പിളായിട്ടൊരു കുഞ്ഞു കോലം വരയ്ക്കാനായിട്ട് പറ്റി. പിന്നെ ഈ പൂവിൻ്റെ കളറ് 2 കളറിൽ വെച്ചേക്കുന്നത്, അത് ആദ്യം ഞാൻ ഡാർക്ക് പർപ്പിളാണ് ആദ്യം വരച്ചത്. പിന്നെ അത് തീർന്നു പോയതുകൊണ്ട് പിന്നെ ലൈറ്റ് പിങ്കാണ് പിന്നെ ചേർത്തത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഒന്ന് റിലാക്സ് ചെയ്ത് പുറത്തൊക്കെ നിന്നിട്ട് കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് കോലമൊക്കെ ഒന്ന് വരച്ചിട്ടത്. അപ്പോൾ ആമിയെ രാവിലെ സ്കൂളിൽ വിടുന്നതുകൊണ്ട് തന്നെ എല്ലാം കൂടി നമുക്ക് പറ്റത്തില്ല. അപ്പം ഞാൻ ഓർത്തു രാവിലെ എഴുന്നേറ്റ് അവൾക്കുള്ള ലഞ്ച് ബോക്സ് എല്ലാം റെഡിയാക്കി വെക്കണം. അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് പൊങ്കാലയ്ക്കുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് നേരത്തെ എഴുന്നേറ്റാലും നല്ലതായിരിക്കും. 5 മണിക്ക് എഴുന്നേക്കണം എന്നൊക്കെയാണ് വിചാരിച്ചത്, പക്ഷെ നടന്നിട്ടില്ല. പിന്നെ പൊങ്കാല ഇടുന്ന ഇന്നത്തെ ദിവസം ഞാൻ എല്ലാ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. ജസ്റ്റ് ഓരോരോ ക്ലിപ്പിങ്സ് ആയിട്ടാണ് എടുത്തത്. ആമിക്കുള്ള ലഞ്ച് ബോക്സ് ഞാൻ തൈര് സാദവും പൊട്ടറ്റോ ഫ്രൈയും ഒക്കെ റെഡിയാക്കി. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ നന്നായിട്ട് തന്നെ അടുപ്പൊക്കെ ഒന്ന് കഴുകി അവിടെ മൊത്തം ക്ലീൻ ചെയ്തതിന് ശേഷം പിന്നെ അടുപ്പിൻ്റെ മേലെ ഒരു മാക്കോലൊക്കെ ഒന്ന് വരച്ചിട്ടിട്ടുണ്ട് കേട്ടോ. നമ്മൾ പൊങ്കൽ ചെയ്യുമ്പോഴും ഇതേപോലെ തന്നെയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് പടുക്ക വെക്കണം. അപ്പം ഞാനെപ്പോഴും സ്റ്റൗവിൻ്റെ അടുത്തൊരു പടുക്ക വെക്കാറുണ്ട്. അങ്ങനെ ചെയ്യുമ്പോഴാണ് എനിക്ക് മനസ്സിനൊരു സന്തോഷം തോന്നുന്നത്. സ്റ്റൗ അടുത്തിരിപ്പുണ്ടെങ്കിലും നമ്മൾ വളരെ സേഫായിട്ട് തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ശർക്കരയൊക്കെ ചിരകി വെക്കാനുണ്ടായിരുന്നു. പിന്നെ തേങ്ങ ചിരകി വെക്കണം. പിന്നെ മണ്ടപ്പുറ്റിനുള്ള പയറൊക്കെ വറുത്ത് പൊടിച്ചു വെച്ചിട്ടുണ്ട്. ആമി ഒരു സൈഡിൽ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്, അവൾക്ക് സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് യൂണിഫോം ഒക്കെ ഇട്ട് ഇരിപ്പുണ്ട് കേട്ടോ. പിന്നെ അതേ വിളക്കൊക്കെ വെച്ചതിന് ശേഷം നേരെ ഞങ്ങൾ ആമിയെ സ്കൂളിൽ വിട്ടിട്ട് ക്ഷേത്രത്തിൽ പോയിട്ടുണ്ട്. നമ്മളെപ്പോഴും പൊങ്കാല ഇടുന്നതിന് തൊട്ട് മുന്നേ തന്നെ അന്നത്തെ ദിവസം അടുത്തുള്ള ഏതെങ്കിലും ഒരു ദേവീ ക്ഷേത്രത്തിൽ പോയി ദേവിയുടെ അനുവാദം മേടിക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ അടുത്ത് ഒരു ഭദ്രകാളി ക്ഷേത്രമുണ്ട്, അമ്മൻ ക്ഷേത്രമുണ്ട്. അവിടെ പോയിട്ട് ഞങ്ങൾ തൊഴുത്, ഞാനും ഹസ്ബൻഡും കൂടി പോയി തൊഴുത് ദേവിക്ക് പൂവൊക്കെ സമർപ്പിച്ച് അർച്ചനയൊക്കെ ചെയ്തതിന് ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ദേവിയുടെ അനുവാദമൊക്കെ മേടിച്ച് വീട്ടിൽ വന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് വന്ന ഉടനെ തന്നെ ഞാൻ പെട്ടെന്നാണ് ബാക്കി കാര്യങ്ങൾ ചെയ്തത്. ഇത് ഗണപതിക്ക് പടുക്ക ഒരുക്കിയതാണ്. ഇങ്ങനെ അവലും മലരും പഴവും പൂക്കളും എല്ലാം വെച്ചിട്ട് ചെറിയൊരു പടുക്ക വെച്ചു. പിന്നെ വെള്ളമൊക്കെ വെച്ച് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി മണ്ടപ്പൊറ്റിനുള്ള എല്ലാ സാധനങ്ങളും റെഡിയാക്കി വെക്കണം. ഞാൻ ശർക്കരയും തേങ്ങയൊക്കെ ചിരകിയിട്ടാണല്ലോ പോയത്. അപ്പം ബാലൻസ് ഉള്ളതൊക്കെ ഇനി വേണം ചെയ്യാനായിട്ട്. അപ്പം എല്ലാം കൂടി എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് ഒട്ടും താല്പര്യമില്ല കേട്ടോ. ഇത്ര പോലും ഞാൻ എടുക്കണമെന്ന് വിചാരിച്ചതല്ല. പക്ഷേ എന്നാലും കഴിഞ്ഞ ദിവസം എന്നോടൊരു ചേച്ചി ചോദിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോ ഷെയർ ചെയ്യണേന്ന്. അപ്പോൾ അതുകൊണ്ടാണ് ജസ്റ്റ് ക്ലിപ്പിങ്സ് ആയിട്ട് എടുത്തത്. പിന്നെ അതേ മണ്ടപ്പുറ്റിനുള്ളതെല്ലാം ഞാൻ റെഡിയാക്കി വെച്ചു. അപ്പം മണ്ടപ്പുറ്റ് ദേവിക്ക് പ്രസാദമായിട്ട് കൊടുക്കുന്നത് തലയിൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ, തലയിൽ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാറാനാണെന്ന് പറയും. അപ്പോൾ എനിക്ക് മൈഗ്രെയിൻ ഉള്ളത് കൊണ്ട് ഞാൻ എന്തായാലും മണ്ടപ്പുറ്റ് സമർപ്പിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് മണ്ടപ്പുറ്റ് ചെയ്തത്. കഴിഞ്ഞ പ്രാവശ്യവും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് ഞാൻ മണ്ടപ്പുറ്റ് കഴിഞ്ഞ പ്രാവശ്യം ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത്തവണയും ചെയ്തിട്ടുണ്ട്. പിന്നെ അതേ നമുക്കിവിടെ ന്യൂസിൽ സമയം പറയുമല്ലോ, അപ്പോൾ അതിനനുസരിച്ച് ന്യൂസ് കണ്ടിട്ട് ഇത്തവണ 9:45 അടുപ്പ് കത്തിക്കേണ്ടത്. അപ്പോൾ അതനുസരിച്ച് ഭണ്ഡാര അടുപ്പിൽ ആ ഒരു സമയം അനുസരിച്ച് നമ്മളിവിടെ സ്റ്റൗ ഓൺ ചെയ്ത് വെച്ചു. പെട്ടെന്ന് തന്നെ നമുക്ക് ഈ പൊങ്കാലയൊക്കെ തിളച്ച് വരുമല്ലോ. അപ്പം കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ ഇത്തവണയും എനിക്ക്
കിഴക്കോട്ട് തന്നെയാണ് കേട്ടോ പൊങ്കാല തിളച്ച് തൂവിയത്. അത് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷവും സങ്കടവും എല്ലാം ഒരുമിച്ച് വന്നു. അതൊരു നല്ലൊരു അനുഭവം തന്നെയാണല്ലേ, അതൊക്കെ അനുഭവിക്കുന്നവർക്ക് മനസ്സിലാവും. അപ്പോൾ അതൊരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ് അതൊക്കെ. അപ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. പിന്നെ പെട്ടെന്ന് തന്നെ നമ്മൾ ശർക്കരയൊക്കെ ചേർത്തിട്ട് പഴവും ശർക്കരയും തേങ്ങയൊക്കെ ഒരുപാട് ചേർത്തിട്ട് ഏലക്ക ചുക്കുപൊടി ഇതൊക്കെ ഇട്ടിട്ട് ദേവിയുടെ ഇഷ്ടപ്രസാദമായ കടുംപായസവും അതുപോലെ തന്നെ മണ്ടപ്പുറ്റും. പിന്നെ ഞാൻ പൊങ്കാല സമർപ്പിച്ച സമയത്ത് നമ്മുടെ എല്ലാ സഹോദരിമാർക്കും എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാവരെയും ഞാൻ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തവണ നമുക്ക് 2:15 നിവേദ്യമുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ചന്ദ്രഗ്രഹണം കൂടിയാണ്. അപ്പോൾ വൈകുന്നേരം 3 മണിക്ക് ക്ഷേത്രത്തിലെ ശ്രീകോവിൽ അടച്ചു കഴിഞ്ഞാൽ വൈകുന്നേരം 7 മണിക്കോ മറ്റോ ആണ് തുറക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ന്യൂസിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തവണ നേരത്തെ ആയിരുന്നു പൊങ്കാല നിവേദ്യം. ഇപ്പോൾ 2:15 ആയപ്പോഴത്തേക്കും നമ്മുടെ ന്യൂസിൽ നോക്കിയിട്ട് നിവേദ്യം ചെയ്ത അതേ സമയത്ത് തന്നെ ഞാനിവിടെ നിവേദ്യം ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. എല്ലാ പ്രാവശ്യവും ഞാൻ പൊങ്കാല വെക്കുമ്പോൾ കുറച്ചെടുത്ത് പൂജാ റൂമിൽ കൊണ്ടുപോയി ദേവിയുടെ അടുത്ത് കൊണ്ടുപോയി വെക്കും. ദേവിയുടെ ഫോട്ടോയുടെ മുന്നിൽ വെക്കും. പിന്നെ പടുക്ക വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു കുഞ്ഞു വിളക്കെടുത്ത് ഞാൻ നമ്മുടെ പൂജാ റൂമിലോട്ട് കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ പൊങ്കാല വിശേഷങ്ങൾ കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്ത വീട്ടിലെ ആൻറ്റിക്കും ഇവിടെ താഴത്തെ വീട്ടിലും ആമിയുടെ ട്യൂഷൻ മിസ്സിനും അങ്ങനെ നമുക്ക് അറിയാവുന്ന കുറച്ച് ആൾക്കാർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ പ്രസാദം ഉണ്ടാക്കി കഴിഞ്ഞാൽ എല്ലാവർക്കും പങ്കുവെച്ച് കൊടുക്കണം എന്നാണ് പറയുന്നത്. അന്നദാനം നല്ലതാണെന്ന് പറയും, അന്നദാനം ചെയ്യണം എന്നാണ് പറയുന്നത്. അങ്ങനെ ഇത്തവണയും വളരെ ഭംഗിയായിട്ട് എല്ലാ തവണത്തെയും പോലെ തന്നെ നന്നായിട്ട് എന്നെ പൊങ്കാല സമർപ്പിക്കാനായിട്ട് സാധിച്ചേട്ടോ. ഒരുപാട് സന്തോഷം തോന്നിയൊരു ദിവസമാണെന്ന്. കാരണം ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല എനിക്ക് പറ്റുമോ ഇല്ല എന്നുള്ളത്. കാരണം എനിക്ക് തവണത്തെ പൊങ്കലും ഇടാൻ പറ്റിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ദൈവം സഹായിച്ച് എനിക്ക് എന്തായാലും ആറ്റുകാൽ പൊങ്കാല ഇത്തവണ ചെയ്യാനായിട്ട് പറ്റി. പിന്നെ ഇന്ന് ചന്ദ്രഗ്രഹണമാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇത് ഒരു 6:50 ആയപ്പോഴത്തേക്കും ഞങ്ങളും കണ്ടായിരുന്നു കേട്ടോ. ഇന്ന് ബ്ലഡ് മൂൺ ആയിരുന്നു. അപ്പോൾ ഇത് ലൂണാർ എക്ലിപ്സ് എന്നാണ് ഇതിനെ പറയുന്നത്. അപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ. 2026 ആദ്യത്തെ ബ്ലഡ് മൂൺ ആണിത്. അപ്പോൾ എൻ്റെ ഫോണിൽ എടുത്തിട്ടുള്ള ഒരു ക്ലിപ്പാണിത്. നമ്മുടെ കണ്ണിൽ ഇത് നല്ല വലുതായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ വീഡിയോയിൽ വളരെ ചെറുതായിട്ടാണ് കേട്ടോ മൂൺ കാണുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ വീടിൻ്റെ വാതിലിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കിയാൽ തന്നെ മൂണിനെ കാണാൻ പറ്റും. അപ്പോൾ നല്ല ഭംഗിയായിട്ട് നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. ഞാൻ 1-2 ഫോട്ടോയും കൂടി ഈ വീഡിയോയിൽ ഒന്ന് അറ്റാച്ച് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ബ്ലഡ് മൂൺ കണ്ടായിരുന്നോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളെല്ലാവരും നല്ല സേഫായിട്ട് സന്തോഷമായിട്ട് എല്ലാവരും പൊങ്കാല സമർപ്പിച്ചു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി ഫ്രൈഡേ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.